ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ സീരീസിൽ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഓഥർ ഭാസയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിൽ ഓൾഡസ്റ്റ് കംപ്ലീറ്റ് പ്ലേസ് ലഭിക്കുന്നത് ഭാസയുടെ കൃതികളാണ്. കുറേ കാലങ്ങളായിട്ട് ഫോർ സെഞ്ച്വറീസ് ഇദ്ദേഹത്തിൻ്റെ കൃതീസ് നമുക്ക് അൺനോൺ ആയിരുന്നു. ഇത് 1910 റീഡിസ്കവർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഗണപതി ശാസ്ത്രി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്കോളർ കേരളത്തിൽ നിന്നാണ് ഈ ഒരു കൃതികൾ വീണ്ടെടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ഇതിൻ്റെ മുന്നേ ലോസ്റ്റ് ആയിരുന്നെങ്കിലും മറ്റ് കൃതികളിൽ ഇദ്ദേഹത്തെ വൈഡ്ലി മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാം. അതിനൊരു എക്സാമ്പിളാണ് രാജശേഖരയുടെ കാവ്യമീമാംസ. ആ ഒരു കൃതിയിൽ ഭാസയെയും അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള സ്വപ്നവാസവദത്തത്തെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ട്രഡീഷണലി 13 പ്ലേസാണ് ഭാസയുടെ പേരിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. പ്രതിജ്ഞ യൗഗന്ധരായണ എന്നത് ഭാസയുടെ വളരെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾഡസ്റ്റ് എക്സ്റ്റാൻഡ് പൊളിറ്റിക്കൽ പ്ലേ ഓഫ് ഇന്ത്യ കൂടിയാണ് ഈ ഒരു കൃതി. ഈ ഒരു വർക്കിൽ എവിടെയും ഈ ഒരു ഓഥറിൻ്റെ പേരോ അല്ലെങ്കിൽ പ്ലേയുടെ പേരോ പറയുന്നില്ല. സുഭാഷിതാവലി എന്നൊരു മറ്റൊരു കൃതിയിലാണ് അതിൽ നിന്നുള്ളൊരു വേഴ്സിൽ നിന്നാണ് ഈ ഒരു വർക്കിൻ്റെ പേര് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ വീണവാസവദത്ത എന്നൊരു കൃതി പഠിച്ചിരുന്നു. ശൂദ്രക എഴുതിയിട്ടുള്ള വീണവാസവദത്തയായിട്ട് വളരെ സിമിലറാണ് ഈ ഒരു സ്റ്റോറിയും. ഓൾമോസ്റ്റ് സെയിം സ്റ്റോറി തന്നെയാണ്, സെയിം ഇവൻറ്റ് തന്നെയാണ് ഇതും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രദ്യോത എന്ന് പറയുന്ന കിങ് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള വാസവദത്തയെ ഉദയാന എന്ന് പറയുന്ന കിങ്ങുമായിട്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ ഉദയാനയ്ക്ക് ഇതിൽ താല്പര്യമില്ല. പക്ഷേ പ്രദ്യോത ഇവഞ്ച്വലി ഇയാളെ കിഡ്നാപ്പ് ചെയ്യും. അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. ലേറ്റർ ഇവർ രണ്ടുപേരും അവിടെ ഇംപ്രിസൺ ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് പാലസിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് ഇത് ഒരു സ്റ്റോറിയുടെ പ്ലോട്ട്. ഈ ഒരു കൃതിയുടെ സീക്വലായിട്ട് വരുന്നതാണ് സ്വപ്നവാസവദത്ത. സ്വപ്നവാസവദത്ത ഇതിനെ നമുക്ക് വാസവദത്ത ഇൻ ഡ്രീം എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിലും റിപ്പീറ്റ് ചെയ്തു വരുന്നത്. ഇതിൽ ഈ ഒരു കപ്പിളിൻ്റെ റൊമാൻസ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. യൗഗന്ധരായണ എന്ന് പറയുന്ന ഉദയാനയുടെ മിനിസ്റ്റർ ഒരു റൂമർ സ്പ്രെഡ് ചെയ്യുകയും അയാളുടെ ആഗ്രഹം എന്തായിരുന്നു, ഈ കിങ് പത്മാവതി എന്ന് പറയുന്ന മഗധ കിങ്ങിൻ്റെ ഡോട്ടറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മിനിസ്റ്റർ ഒരു റൂമർ ഉണ്ടാക്കി, അതായത് വാസവദത്ത മരിച്ചുപോയി, തീയിൽപ്പെട്ട് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന തീം. മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ട് ഭാസ എഴുതിയിട്ടുള്ള കൃതിയാണ് ഊരുഭംഗ. ഊരുഭംഗ എന്ന വേർഡിൻ്റെ മീനിങ് ഷാറ്റേർഡ് തൈസ് എന്നാണ്. മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സായിട്ടുള്ള ദുര്യോധന, ഭീമ തുടങ്ങിയവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു വർക്ക്. എന്നാൽ ഭാസയുടെ റൈറ്റിംഗ് ട്രഡീഷണൽ മഹാഭാരതത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നാണ്. മഹാഭാരതത്തിൽ ദുര്യോധനനെ ഒരു വില്ലനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഊരുഭംഗയിൽ ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ഇമോഷണൽ ആൻഡ് ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകുന്നുണ്ട്. ഭാസ എഴുതിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കർണഭാരം. കർണഭാരം വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്ലേ കൂടിയാണ്. പൊതുവേ ഭാസയുടെ വർക്ക്സൊക്കെ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ബട്ട് കർണഭാരം ലീസ്റ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് വർക്ക് ഓഫ് ഭാസ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കൃതി കൂടിയാണ്. കർണഭാരം എന്ന വേർഡ് തന്നെയുണ്ട്. ദ ബേർഡൻ ഓഫ് കർണ എന്ന് നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. കാളിദാസയുടെ കൃതിയായിട്ടുള്ള മാളവികാഗ്നിമിത്രത്തിൽ ഈ ഒരു കൃതിയെ വളരെയധികം കാളിദാസ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസം കർണൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ക്ലാസിക് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലുള്ള ഓൺലി പൊട്ടൻഷ്യൽ ട്രാജഡി എന്ന് വേണമെങ്കിലും പറയാം. ഇനി നമുക്ക് ഭാസയുടെ കൃതികളെ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞ വർക്കാണ് പ്രതിജ്ഞ യൗഗന്ധരായണ. ഇത് ലിറ്ററൽ മീനിങ് ദ പ്ലെഡ്ജ് ഓഫ് മിനിസ്റ്റർ യൗഗന്ധരായണ. ഇത് ലൊക്കേറ്റഡ് ഇൻ ഉജ്ജയിൻ. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നമുക്കറിയാം. വീണവാസവദത്തയിലുണ്ടായിരുന്ന ഉദയാന, വാസവദത്ത, പിന്നെ ടൈറ്റിലുള്ള യൗഗന്ധരായണ. യൗഗന്ധരായണ എന്ന് പറയുന്നത് മിനിസ്റ്ററാണ്. ഉദയാന എന്ന് പറയുന്നത് മെയിൻ ലീഡായിട്ടുള്ള കിങ് ആണ്. അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടാണ് വാസവദത്ത. അവിടെ ഉണ്ടായിരുന്ന പ്രദ്യോത എന്ന് പറയുന്ന
കിങ്ങിൻ്റെ മകളാണ്. സോ സ്റ്റോറി ഈസിയാണ്, നമുക്കറിയാം. ഇതിൻ്റെ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് എക്സ്റ്റൻറ്റ് പൊളിറ്റിക്കൽ പ്ലേ കൂടിയാണ് ഇത്. നെക്സ്റ്റ് കൃതിയാണ് സ്വപ്ന വാസവദത്ത. നമ്മൾ നേരത്തെ പറഞ്ഞ കൃതിയുടെ സീക്വലാണ്. ലിറ്ററൽ മീനിങ് സ്വപ്നം എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം വാസവദത്ത ഇൻ ഡ്രീം. സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് 2 മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട 2 കൃതികളാണ്. ഒന്ന് ഊരുഭംഗ, ഷാറ്റേഡ് തൈസ്, ദുര്യോധനയും ഭീമയും. ദുര്യോധനയുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്ന കൃതി കൂടിയാണിത്. സാധാരണ വില്ലനെ പോലെ പറയുന്നതാണെങ്കിലും ഇതിൽ കുറച്ചുകൂടി ഹ്യൂമൻ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് കർണഭാരം, കർണൻ്റെ ഭാരം, ദ ബേർഡൻ ഓഫ് കർണ. സോ ഒബ്വിയസ്ലി കർണനാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ. ഈ ഒരു കൃതി വളരെ ട്രാജിക്കാണ്, പ്ലസ് ഷോർട്ടസ്റ്റ് പാസയുടെ വർക്കാണ്. ഊരുഭംഗയും കർണഭാരവും വളരെ പ്രധാനപ്പെട്ടതാണ്, ബിക്കോസ് ദേ ആർ ദ ഓൺലി നോൺ ട്രാജിക് സാൻസ്ക്രിറ്റ് പ്ലേസ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് 3 of the following plays were written by Sanskrit dramatist ഭാസ? ഭാസ എഴുതിയിട്ടുള്ള 3 കൃതികൾ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ചാരുദത്ത, രത്നാവലി, ഊരുഭംഗ, മാളവികാഗ്നിമിത്രം, കർണഭാരം. ഇതിൽ കറക്റ്റ് ആൻസർ A, C and E ആണ്. ചാരുദത്ത, ഊരുഭംഗ ആൻഡ് കർണഭാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ഫേമസ് സാൻസ്ക്രിറ്റ് പ്ലേ സ്വപ്ന വാസവദത്തം? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, ഭാസ. വിച്ച് among the following drama or book was not written by famous poet ഭാസ? ഭാസ എഴുതാത്ത കൃതിയാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ശിശുപാലവധ.